നമ്മുടെ വിശ്വാസത്തിൻ്റെ ആധാരം വിശുദ്ധ വേദപുസ്തകമാണ്. അത് സപ്ലിമെൻ്റ് അല്ല, അത് സെൻട്രലാണ്. റോമർക്ക് എഴുതിയ കത്തിൽ പൗലോസ്ലീഹ പറയുന്നു, ആകയാൽ വിശ്വാസം കേൾവിയാലും കേൾവി ക്രിസ്തുവിൻ്റെ വചനത്താലും വരുന്നു എന്ന്. പിശാച് കർത്താവിനെ പരീക്ഷിച്ചുകൊണ്ട് ചോദിച്ച ചോദ്യം നിങ്ങൾ ഓർക്കുന്നില്ലേ? നീ ദൈവപുത്രനെങ്കിൽ ഈ കല്ലിനെ അപ്പമാക്കി മാറ്റുക എന്ന് പറഞ്ഞു. മനുഷ്യന് അപ്പം കൊണ്ട് മാത്രമല്ല, ദൈവത്തിൻ്റെ വായിൽ കൂടി വരുന്ന സകല വചനം കൊണ്ടും ജീവിക്കുന്നു. അത് ധ്യാനിക്കാനോ ഇന്ന് മനുഷ്യർക്ക് സമയമില്ല. വേദത്തെക്കുറിച്ചുള്ള ഈ അജ്ഞത ഒരു മഹാപാപമാണ്. ഇന്ന് എല്ലാവർക്കും എല്ലാം ദ്രുതഗതിയിൽ വേണം, ഇങ്ങനെ ഞൊടിയിടയിൽ വേണം, ഇൻസ്റ്റൻ്റ് ആയിട്ട് വേണം. ഇൻസ്റ്റൻറ്റ് കോഫി, പിന്നെ ഇൻസ്റ്റൻറ്റ് മണി ട്രാൻസ്ഫർ, ഇതൊക്കെയാണ് ഇഷ്ടം. അവനോടൊത്തു വളരാൻ അവർ സന്നദ്ധരല്ല. നമ്മുടെ കർത്താവ് പറഞ്ഞത് എത്ര ശരി. കർത്താവിനെ പിന്തുടരുന്നത് ഒരു ഭ്രമമല്ല, ആശയഭ്രാന്തല്ല, ട്രെൻഡ് അല്ല, ആത്മാവിനുള്ള ചിക്കൻ സൂപ്പ് അല്ല, വികാര വിക്ഷോഭങ്ങൾ ശമിപ്പിക്കാനുള്ള ഒരു മാർഗവുമല്ല. അത് വളരെ ദീർഘമായ ഒരു യാത്രയാണ്, വളരെ സാവധാനമായുള്ള ഒരു യാത്ര, ചിലപ്പോൾ വേദനിപ്പിക്കുന്നതും എന്നാൽ എല്ലായ്പ്പോഴും സന്തോഷം നൽകുന്നതുമായ ഒരു യാത്ര, സ്വർഗത്തേക്ക് നോക്കിക്കൊണ്ടുള്ള ഒരു യാത്ര. It is a painstaking journey. Are you prepared to take this?